ഞങ്ങൾ കണ്ടില്ലേ, എന്റെ പൈതലിന്റെ അവസ്ഥ കണ്ടില്ലേ, എന്റെ പൊന്നുമോന്റെ അവസ്ഥ കണ്ടില്ലേ, എന്റെ മോൻ അനുഭവിക്കുന്ന വേദന. ഒരേ ഒരു നിമിഷം എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ എല്ലാവരും ഈ കാഴ്ച ഒന്ന് കാണണം. ഈ പൊന്നുമോൻ പറയുന്ന വാക്കുകൾ എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവര് കേട്ടോ? ആ ഉപ്പാനോട് പറയുന്ന വാക്കുകളാണ്: ഉപ്പാന്റെ നാവ് എനിക്കൊന്ന് തരുവോ, എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണം, എനിക്കൊന്ന് സംസാരിക്കണം, എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങണം, കൂട്ടുകാരോടൊപ്പം കളിക്കണമെന്ന്. ഈ വാക്കുകൾ കേട്ടാല് മാതാപിതാക്കളായ മക്കളോട് സ്നേഹമുള്ള നന്മയുള്ള ഒരാൾക്കും പ്രിയപ്പെട്ടവരെ കണ്ടു തീർക്കാൻ കഴിയില്ല. കൊടക് ജില്ലയിലെ ജാബിർ നിസാമി ഉസ്താദിന്റെ പൊന്നുമോൻ, കേവലം 8 വയസ്സുകാരനായ അനീസ് എന്ന ഈ കുഞ്ഞു മാലാക അനുഭവിക്കുന്ന വേദന എന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന കാരുണ്യ ലോകം ഒന്ന് കാണണം. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളടക്കമുള്ള എല്ലാവരും ഇതൊന്ന് ഏറ്റെടുക്കണം. വല്ലാത്തൊരു പ്രയാസത്തിലാണ് പ്രിയമുള്ളവരെ. ഈ നാവ് കണ്ടോ നിങ്ങൾ? മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയില് ഈ കുഞ്ഞിന്റെ രോഗം ആ കുഞ്ഞിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് കാണണം. ലിംഫോമാ എന്ന അപൂർവങ്ങളിൽ അപൂർവമായ അസുഖം ബാധിച്ച് ഇന്ന് ചികിത്സിക്കാൻ ആവശ്യമായ 80 ലക്ഷത്തിന് മുകളിൽ വരുന്ന പണത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ കാരുണ്യ ലോകത്തിന്റെ മുന്നിലേക്ക് ഒരുപാട് രോഗികൾക്ക് പ്രിയപ്പെട്ടവരെ, ഒരുപാട് രോഗികൾക്ക് താങ്ങും തണലുമായ ജാബിർ നിസാമി ഉസ്താദ് എന്ന ഈ മനുഷ്യൻ തന്റെ പൊന്നുമോന് വേണ്ടി നിങ്ങൾക്കൊക്കെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട കാരുണ്യ ലോകം ഒന്ന് കാണണം. നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാൽ ഈ കുഞ്ഞിനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉള്ള ഒരു പൊന്നുമോന അല്ലെ. ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ മക്കളൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെ മക്കൾക്ക് കൊടുക്കും. ആ മക്കളത് രുചിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കളായി നമുക്ക് സമാധാനമാണ്. പക്ഷെ ഈ പൊന്നുമോൻ ഈ വാപ്പാനോട് പറയാ, എനിക്കത് കഴിക്കണം ഇത് കഴിക്കണം എന്ന് ആഗ്രഹത്തോടു കൂടി പറയും. പക്ഷെ കഴിക്കാൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആ കുഞ്ഞല്ലേ, ആ കുഞ്ഞിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കണമെങ്കിൽ, ആഗ്രഹങ്ങൾ പൂർത്തിയാകണമെങ്കിൽ, ആ കുഞ്ഞ് ഓടിച്ചാടി കളിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ കരുണ വേണം, നിങ്ങളുടെയൊക്കെ കാരുണ്യം വേണം. എന്റെ പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ ഒന്ന് പരമാവധി എല്ലാവരിലേക്കും ഒന്ന് അയച്ചു കൊടുത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു 10 രൂപയാണോ, ആ 10 രൂപ നിങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, വേദനിക്കുന്നു. ഇന്ന് രാവിലെയും എണീക്കുന്ന സമയത്ത് എനിക്ക് നാവ് വേദനിക്കുന്നു എന്ന് പറയുമ്പോ വിഷമിക്കല്ലേ, ടെൻഷനാവല്ല മോനെ. ക്ഷമിച്ചാല് പ്രതിഫലമുണ്ടെന്ന് ആ മോനോട് പറയുമ്പോ ആ മോൻ എന്നോട് പുഞ്ചിരിച്ച് പറയുന്നൊരു ചോദ്യമുണ്ട്. പുഞ്ചിരിച്ചിട്ടാ ചോദിക്കുന്നത്, ഉപ്പ ഞാൻ ടെൻഷനാക്കൂല, ഞാൻ വേദനയാവൂല, ഉപ്പാന്റെ നാവ് എനിക്ക് തന്നാ മതി, എന്റെ നാവ് ഉപ്പ എടുത്താ മതി, എന്റെ എല്ലാ പ്രശ്നവും തീരും എന്ന് പറയുമ്പോ ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എന്റെ പൊന്നുമോൻ അനീസിന് ഞാൻ എന്റെ നാവ് പകുത്തു നൽകും. ഇത് വല്ലാഹിയാക്ക്. എന്റെ മോന്റെ ഓരോ വേദനകളും എനിക്ക് പറ്റുന്നില്ല.